നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനി ജാമ്യം തേടി സുപ്രീം കോടതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഷപ്ന സേത് ചേരുന്ന വിവരങ്ങളുമായി. ഷപ്ന, നേരത്തെ തുടർച്ചയായി കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് പിന്നാലെ പൾസർ സുനിക്ക് കോടതി പിഴയടക്കം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനി സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ജാമ്യം തേടിയാണ് സമീപിച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ. ഷപ്ന സേത് ഉണ്ട്. ഷപ്നായി പറഞ്ഞതുപോലെ നേരത്തെ ഹൈക്കോടതി ഈ നിരന്തരമായ ജാമ്യാപേക്ഷ നൽകുന്നതിന് പൾസർ സുനിക്ക് പിഴയടക്കം നൽകിയിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയുമായി എത്തിയിരിക്കുന്നത്. വിവരങ്ങൾ. സേതുലക്ഷ്മി, 2017 ഫെബ്രുവരി 17 തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഷൂട്ടിങ്ങിനായി വരുന്നതിനിടെയാണ് യുവനടി ആക്രമിക്കപ്പെട്ടത്. ഈ കേസിലെ ഒന്നാം പ്രതിയാണ് പൾസർ സുനി. നിരവധി തവണ പൾസർ സുനി ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷയിൽ വിവിധ കോടതികൾ കൊടുത്തിരുന്നു. വിചാരണ കോടതി, അതുപോലെ ഹൈക്കോടതി, പിന്നീട് സുപ്രീം കോടതി അടക്കമുള്ള കോടതികളിൽ ജാമ്യാപേക്ഷയുമായി സമീപിച്ചു. എന്നാൽ ഈ കോടതികളെല്ലാം തന്നെ ജാമ്യം തള്ളിയിരുന്നു. ഇക്കഴിഞ്ഞ തവണ ഹൈക്കോടതിയിൽ തുടരെ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി പിഴ ഈടാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വീണ്ടും സമീപിച്ചിട്ടുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. താൻ ഈ സംഭവത്തെ തുടർന്ന് അറസ്റ്റിലായതിന് പിന്നീട് ജാമ്യം ഇതുവരെയും ലഭിച്ചിട്ടില്ല. രണ്ടാം പ്രതിയായ മാർട്ടിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. മറ്റ് പ്രതികൾക്ക് വിവിധ കോടതികൾ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. താൻ അന്ന് മുതൽ ജയിലിലാണ്. വിചാരണയാണെങ്കിൽ അനന്തമായി നീണ്ടുപോകുന്നു. സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കണം എന്നതായിരുന്നു. എന്നാൽ ഇതുവരെയും വിചാരണ തീരാത്ത സാഹചര്യത്തിൽ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ജാമ്യം നൽകണം എന്ന ആവശ്യമാണ് പൾസർ സുനി സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ശരി ഷപ്ന.